പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിനെ ഓർത്ത് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ആഗ്നസ്, ഇതെൻ്റെ ഹസ്ബൻഡ് ഡിനിൽ. ഞങ്ങൾ വരുന്നത് അങ്കമാലിയിൽ നിന്നാണ്. ഞാൻ കൃപാസനത്തെ പറ്റി ആദ്യമായിട്ട് അറിയുന്നത് ഞാൻ OET പഠിക്കുമ്പോഴാണ്. എൻ്റെ ഫ്രണ്ട്സ് ത്രൂ ആണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത്. 2/5/2022 ഞാനിവിടെ വരുന്നത്. ഞാനും എൻ്റെ അനിയത്തിയും കൂടി വന്നാണ് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് OET ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ്. ഞാനൊരു നേഴ്സാണ്. അപ്പം എനിക്ക് പുറത്തു പോയിട്ട് യൂറോപ്യൻ കൺട്രിയിൽ പോയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പിന്നെ വീട്ടുകാരെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതും എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാനത് ഒന്നാമത്തെ നിയോഗമായിട്ട് വെച്ചു. ഞാൻ ആദ്യം എടുത്ത ഉടമ്പടി എനിക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഉടമ്പടി ഉഴപ്പി. എക്സാം എഴുതി, എനിക്ക് 2 എണ്ണം കിട്ടി, 2 എണ്ണം കിട്ടിയില്ല. രണ്ടാമത് ഡേറ്റ് എടുത്തു വീണ്ടും OET എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. ആ ഡേറ്റ് എടുത്ത് ഞാൻ അപ്പോഴേക്കും എൻ്റെ ഉടമ്പടിയുടെ കാലാവധി തീർന്നിട്ടുണ്ടായിരുന്നു, പുതുക്കേണ്ട സമയമായിരുന്നു. പക്ഷേ ഞാൻ അന്ന് ചിന്തിച്ചു, ഞാൻ എന്തായാലും നന്നായിട്ട് പഠിക്കാം, എക്സാമൊക്കെ എഴുതി കഴിഞ്ഞിട്ട് വന്ന് ഉടമ്പടി പുതുക്കാം എന്ന് ഞാൻ വിചാരിച്ചു. കാരണം എനിക്ക് ട്രാവൽ ചെയ്ത് ആ ഒരു സമയം വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. ഞാൻ അന്നേരം ശരിക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് എണീക്കുന്നത്. അതുപോലെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു ആ രണ്ടാമത്തെ എക്സാമിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എക്സാം എഴുതി. അതും സെയിം ലൈക്ക് എനിക്ക് 2 എണ്ണം കിട്ടി, 2 എണ്ണം കിട്ടിയില്ല. മൂന്നാമത് ഭയങ്കരമായിട്ട് വിഷമിച്ചാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നു, ഞാൻ ഉടമ്പടി പുതുക്കി. ഞാൻ ഡേറ്റ് എടുത്തു November 19, 2022 ഒത്തിരി പിന്നെ കൃപാസനത്തിൽ പറയുന്ന പോലെ ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് പാലിച്ചു പോന്നിരുന്നു. ആ സമയങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ എല്ലാ ദിവസവും പങ്കെടുക്കും. രാവിലെ കുർബാന കഴിഞ്ഞിട്ട് ആണ് പിന്നെ ക്ലാസ്സിന് വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ പിന്നെ വണ്ടിയിൽ പോകുമ്പം മാക്സിമം ജപമാല എത്തിക്കാൻ നോക്കും, അച്ഛൻ്റെ ധ്യാനം കൂടും, സാക്ഷ്യങ്ങൾ കേൾക്കും. ഇങ്ങനെയൊക്കെയായിരുന്നു ഞാൻ എൻ്റെ ട്രാവലിൻ്റെ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാൻ അങ്ങനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു 2 ആഴ്ചത്തെ കോച്ചിങ് എടുത്തു. ഞാൻ ആ ഒരു ഡേറ്റ് എക്സാമിൻ്റെ അന്ന് രാവിലെ വീട്ടിൽ നിന്ന് പോരുമ്പം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് എത്തിച്ച് രാവിലെ ഇറങ്ങി. സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞപ്പം ഉടമ്പടി വസ്തുവായിട്ടുള്ള നേർച്ച ഉപ്പ് ഞാൻ സെൻറ്ററിന് പുറത്ത് ആരും ചവിട്ടാത്ത സ്ഥലത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഇട്ടു. അതുപോലെ എക്സാമിന് കയറുന്നതിന് മുന്നേ ഞാൻ ഉടമ്പടി തൈലം നെറ്റിയിലും എൻ്റെ ചുണ്ടിലും പിന്നെ നെറുകൻ തലയിലും കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം എത്തിച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അതും പോരാഞ്ഞ് ഞാൻ ഉടമ്പടി വസ്തുവായിട്ടുള്ള തേനും സേവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എക്സാം ഹോളിലേക്ക് കയറി. മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ലിസണിങ് ആയി. എനിക്കെല്ലാം ലിസണിങ്ങിന് ഓഡിയോ പ്ലേ ആവുമ്പം ശരിക്കും അതിൽ ശ്രദ്ധിക്കാതെ തന്നെ എനിക്കിങ്ങനെ ആൻസർ മാതാവ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ആ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഞാൻ എഴുതിക്കൊണ്ടിരുന്നു. അങ്ങനെ ലിസണിങ് കഴിഞ്ഞു. റീഡിങ് എനിക്ക് ഭയങ്കര പാടാണ്. കാരണം എനിക്ക് എപ്പോഴും പോകുന്നത് റീഡിങ്ങും റൈറ്റിങ്ങുമാണ്. റീഡിങ് ഞാൻ മാതാവിനോട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ പറഞ്ഞിരുന്നു, അമ്മേ എനിക്ക് കാർഡിയോളജി എക്സ്പീരിയൻസ് ആണ്, അതുകൊണ്ട് എന്നോട് കാർഡിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആദ്യത്തെ ടെക്സ്റ്റുകളിൽ വരണം, എന്നാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അമ്മയോട് കാര്യം പറഞ്ഞു പോന്നു. അവിടെ ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പം എനിക്ക് കാർഡിയോളജി റിലേറ്റഡ് ആയിട്ടുള്ളതായിരുന്നു എനിക്കതിൽ കിട്ടിയത്. അങ്ങനെ 4 ടെക്സ്റ്റുകളും 5 മിനിറ്റ് കൊണ്ട് വായിക്കണം. ഞാനത് പെട്ടെന്ന് വായിച്ചു. ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നോക്കി സ്റ്റാർട്ട് ചെയ്തു. എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ക്വസ്റ്റ്യൻ വായിച്ച് തീരുന്നതിന് മുന്നേ എനിക്ക് അമ്മ ഉള്ളിൽ നിന്ന് പറഞ്ഞു തരികയാണ്, നീ ടെക്സ്റ്റ് എയിൽ ടെക്സ്റ്റ് എയിൽ ചെല്ലും. ഞാൻ ടെക്സ്റ്റ് എ വായിക്കുമ്പോൾ എന്നോട് പറയും താഴെ ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ താഴത്തെ സെൻറ്റൻസുകൾ വായിക്കും. അതിലെനിക്ക് ആൻസർ ഏതാണെന്ന് വെച്ചാൽ അമ്മ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുമായിരുന്നു. അങ്ങനെ അമ്മ പറഞ്ഞു തന്ന് ഞാൻ റീഡിങ്ങും നന്നായിട്ട് എഴുതി. പിന്നെ റൈറ്റിങ്ങും എനിക്ക് ഭയങ്കര പാടാണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു, എഴുതി. ആദ്യം ഇൻട്രോ എഴുതി. ഞാൻ ഫസ്റ്റ് പാരയിലേക്ക് പോകാൻ തുടങ്ങുമ്പം എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പറയുകയാണ്, തെറ്റാണ്, ഒന്നും കൂടി വായിക്കുന്നത്. ഞാൻ അങ്ങനെ ക്വസ്റ്റ്യനും ഞാൻ എഴുതി വെച്ചതും കൂടി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ലോക പൊട്ടത്തര എഴുതി വെച്ചേക്കുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാനത് വെട്ടി മാതാവ് പറഞ്ഞു തന്ന രീതിയിൽ ഞാൻ എഴുതി.
അങ്ങനെ എക്സാം എഴുതി ഞാൻ പുറത്ത് വന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് സ്പീക്കിങ്ങിന് കിട്ടിയേക്കുന്നത്. സ്പീക്കിങ് ശരിക്കും ഞാൻ സെൻറ്ററിൽ സ്പീക്ക് ചെയ്യുമ്പോഴൊക്കെ അവർ പറയുമായിരുന്നു നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ എനിക്കൊരു കോൺഫിഡൻ്റ് ഉണ്ട്, എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ ഞാൻ കയറി റോൾ പ്ലേ ഒന്നാമത്തെ കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല നോക്കിയപ്പോൾ എല്ലാം ഈസിയാണ്, എനിക്കൊന്നും വായിന്ന് പുറത്തേക്ക് വരുന്നില്ല. ഇത്രയും ഞാൻ എൻ്റെ ആ പഠിച്ച സമയങ്ങളിൽ ഇത്രയും ഇതായിട്ട് അത്രയും വേഴ്സായിട്ട് ഞാൻ ഇതുവരെ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞു. രണ്ടാമത്തെയും റോൾ പ്ലേ എന്തൊക്കെയോ പറഞ്ഞു ഇറങ്ങി. ഞാൻ വിചാരിച്ചു, കാരണം എനിക്കത് ഒരു C+ പോലും കിട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം അത്ര പോലും എനിക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ കരഞ്ഞു കൂവിയ സെൻറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. വീട്ടിലേക്ക് പോയി ബസ് പിടിച്ച് വീട്ടിലേക്ക് കയറിയില്ല. ഞാൻ എൻ്റെ അനിയത്തിനെ വിളിച്ചു, എന്നെ ഒന്ന് പള്ളിയിൽ കൊണ്ടുപോകണമെന്ന്. അങ്ങനെ ഞാൻ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ പോയി മുട്ടുമേ നിന്ന് മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. വീട്ടിൽ നിന്ന് കടം വാങ്ങിച്ചാണ് എനിക്ക് എക്സാമിന് ഡേറ്റ് എടുത്തത്. ഇനി ഇത് പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും എന്നുള്ളൊരു ചിന്ത എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെയുള്ള വെയിറ്റിംഗ്, റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ ഒത്തിരി ഒരുക്കത്തോടെ തന്നെ, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഒരുക്കത്തിൽ ഞാൻ മാതാവിനോട് എല്ലാ ദിവസവും എനിക്കിത് വേണം എന്ന് പറഞ്ഞ് ഞാൻ ആവശ്യപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം സ്പീക്കിങ് ഞാൻ ഒന്നും പറഞ്ഞില്ല, എനിക്കതിന് C+ കിട്ടി, ബാക്കി 3 B. അങ്ങനെ അയർലൻഡ് സ്കോർ തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഇത് എൻ്റെ ഒരു മെറിറ്റ് കൊണ്ടല്ല, മാതാവ് ഒത്തിരി ഇടപെട്ട് അമ്മയുടെ ഒരു ഗ്രേസ് കൊണ്ട് എനിക്ക് തന്നതാണെന്ന് ഞാൻ ഇന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും എപ്പോഴും ഞാൻ ഓർക്കുമ്പോൾ നന്ദി പറയുകയും ചെയ്യുന്നു. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് 5 വർഷത്തിന് മുകളിലായിട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. മൈഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ഇടയ്ക്ക് ഓർക്കും കഴുത്തിന് മുകളിൽ തലയില്ലായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു പോകും. കാരണം തലവേദന തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ണിലേക്ക് വേദന റേഡിയേറ്റ് ചെയ്യും, അവിടുന്ന് ചെവിയിലേക്കാകും, പിന്നെ തല മൊത്തം ആകും, ഒച്ച കേൾക്കാൻ പറ്റത്തില്ല, ചെറിയ വെട്ടം പോലും കാണാൻ പറ്റത്തില്ല, വല്ലാത്ത അസ്വസ്ഥത, കിടന്ന് കരയും, ചിലപ്പോൾ 2 ദിവസമൊക്കെ അങ്ങനെ നിൽക്കും. അങ്ങനെ ഞാൻ പിന്നെ ട്രീറ്റ്മെൻറ്റിന് പോയി, ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് എടുത്തു. ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടൊന്നും അത് അവർ പറയുന്നത് കഫക്കെട്ടുണ്ട്, അപ്പോൾ അത് കളയാനുള്ള മരുന്ന് തരാം എന്നാ. അപ്പം മരുന്നെടുക്കും, കുറയും, പിന്നെ ഇതുപോലെ തന്നെ. അങ്ങനെ കുറേ മരുന്നുകൾ കഴിക്കുന്നുണ്ട്, പക്ഷെ ഒരു മാറ്റവും ഇല്ല. അതും ഞാൻ ഉടമ്പടിയിൽ ഇവിടെ വന്നപ്പം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഉടമ്പടിയിൽ വെച്ചു. പിന്നെ നേർച്ച വസ്തുക്കൾ ആയിട്ടുള്ള ഉപ്പും തേനും ഞാൻ സേവിക്കുമായിരുന്നു. പിന്നെ തൈലം പ്രാർത്ഥിച്ചു കഴിയുമ്പം നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യായിരുന്നു. അങ്ങനെ 5 വർഷമായിട്ടുണ്ടായിരുന്ന എൻ്റെ മൈഗ്രെയിൻ അമ്മ മാതാവ് ഈശോയോട് പറഞ്ഞ് എടുത്തു മാറ്റി. അങ്ങനെ ഒരു സൗഖ്യം എനിക്ക് തന്നു. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. അതിന് ഞാൻ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒത്തിരിയേറെ നന്ദി പറയുന്നു. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ OET എഴുതി അയർലൻഡിലേക്ക് പോയി കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡിനെ അങ്ങോട്ട് കൊണ്ടുപോയി. ആൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ എടുത്തിട്ടുള്ള ആളാണ്. അവിടെ ജോലി, ഇലക്ട്രിക്കൽ ഫീൽഡിൽ ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ കുറേ അന്വേഷിച്ചു. എൻ്റെ ഒരു സാലറിയിൽ 2 വീടുകളിലേക്കും ഇടണം, ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തണം, വാടക കൊടുക്കണം, എല്ലാം കൂടി ആകുന്നില്ല. ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഉടമ്പടിയിൽ അപ്പം ആ സമയമായപ്പോഴേക്കും എൻ്റെ ഉടമ്പടി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ റിക്വസ്റ്റ് ഇട്ട ഒരു സ്ഥലത്ത് നിന്ന്, പ്രത്യേകം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിന് അടുത്ത് തന്നെയാണ് ആ ഒരു സ്റ്റോർ. അപ്പോൾ അവിടെ കമ്പാരിറ്റീവ്ലി എല്ലായിടത്തേക്കാളും കുറച്ച് സാലറി ഓഫറുണ്ട്. അപ്പോൾ അവിടെ കിട്ടണം എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ തരുന്ന ജോലിയാണെങ്കിൽ അതാണ് ഒരു അടയാളം ഞാൻ ചോദിച്ചത്. അപ്പം ഞാൻ ചോദിച്ച ആ സെൻറ്ററിൽ എൻ്റെ ഹസ്ബൻഡിന് പരിശുദ്ധ ദേവമാതാവ് ഈശോയോട് പറഞ്ഞ് ജോലി നൽകി ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഇതാണ് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം. നാലാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, അയർലൻഡിൽ ചെന്നിട്ട് എനിക്ക് ഞങ്ങൾ പരിചയമുള്ള ഒരു ഫാമിലിയുടെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തുടക്കത്തിലുള്ള പോലെയുള്ള ഒരു ബിഹേവിയർ അല്ല പിന്നീട് അങ്ങോട്ട് അവരുടെ സൈഡിൽ നിന്ന് നമ്മളോടുണ്ടായിരുന്നത്. നമുക്ക് കിച്ചൺ യൂസ് ചെയ്യുമ്പോഴും
അപ്പം പ്രശ്നങ്ങൾ, ചെറിയ രീതിയിൽ വിഷമങ്ങളൊക്കെ വന്നു തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഉടമ്പടിയിൽ ആ നിയോഗം വെച്ചായിരുന്നു. ഞങ്ങൾ വേറെ വീട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ കുറേ ഇങ്ങനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. ഉടമ്പടിയിൽ വെച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഹസ്ബൻഡ് താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് അമ്മ ജോലി തന്ന് അനുഗ്രഹിച്ചു, വീട് തന്ന് അനുഗ്രഹിച്ചു. അതാണ് എൻ്റെ 4ാമത്തെ സാക്ഷ്യം. പരിശുദ്ധ മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആ സ്ഥലത്ത് തന്നെ ഹസ്ബൻഡിന് കിട്ടണം എന്നുള്ളത്. പിന്നെ എനിക്കാണെങ്കിലും ഡ്യൂട്ടിക്ക് പോകാനും വരാനൊക്കെ കുറച്ചും കൂടി ട്രാൻസ്പോർട്ടേഷൻ്റെ ഓക്കെയാണ് അവിടുന്ന്. അപ്പം അങ്ങനെയാണ് അവിടെ കിട്ടിയതും ഒക്കെ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തത്, ഇവിടെ ഉള്ള സമയങ്ങളിലൊക്കെ ഞാൻ ഇവിടുന്ന് എല്ലാ മാസവും വന്ന് പത്രക്കെട്ട് വാങ്ങിച്ച് എല്ലാവർക്കും കൊടുക്കും. അറിയാത്തവർക്ക് ഞാൻ കൃപാസനത്തെ പറ്റി പറഞ്ഞു കൊടുക്കും. പിന്നെ രോഗികളെ സന്ദർശിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആർക്കെങ്കിലും ഫിനാൻഷ്യലി ഹെൽപ്പ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യും. പിന്നെ അഗതി മന്ദിരത്തിൽ ഫുഡിനുള്ള പൈസയൊക്കെ അങ്ങനെ കൊടുക്കുമായിരുന്നു. പിന്നെ വിശുദ്ധ കുർബാനയിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം സാധിക്കുന്ന സമയങ്ങളിലൊക്കെ എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ പോവും. പിന്നെ ജപമാല പ്രാർത്ഥനകൾ, സന്ധ്യാപ്രാർത്ഥനകൾ മുടക്കം വരുത്താതെ പ്രാർത്ഥിക്കും. ബൈബിൾ വായന അതെല്ലാം പറഞ്ഞതുപോലെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ചൊരിഞ്ഞ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോപ്പയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. എൻ്റെ പാത അങ്ങ് വിശാലമാക്കി, എൻ്റെ കാലുകൾ വഴുതിയില്ല. സങ്കീർത്തനം 18:36. പലപ്പോഴും നാം നമ്മുടെ ശക്തിയിൽ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ വഴുതി വീഴാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൃപയിൽ നയിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരതയും മുന്നോട്ടൊരു പുരോഗമനം ഉണ്ടായിട്ടാണ്, ഒരു പ്രോഗ്രസ്സാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൽ നാം നമ്മുടെ ജീവിതമാണ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. അപ്പോൾ ദൈവം നമുക്ക് പുതിയ ജീവിത വഴികളാണ് തുറന്നു തരുന്നത്. ആഗ്നസ് ജോസഫ് എന്ന മകളുടെ സാക്ഷ്യത്തിൽ ആദ്യ ഉടമ്പടി എടുത്തു. നല്ല സീരിയസ് അല്ലായിരുന്നു. എക്സാമിനൊക്കെ പോകുമ്പോൾ വളരെ തീഷ്ണതയോടുകൂടി പഠനമൊക്കെ മുന്നോട്ട് പോയി, പരീക്ഷ എഴുതി. പക്ഷെങ്കിൽ അത് കിട്ടുവാൻ പ്രതീക്ഷ OIT എക്സാം കിട്ടുന്നില്ലായിരുന്നു. രണ്ടാമത് പിന്നീട് വീണ്ടും എഴുതാൻ പോയി. അപ്പോഴും പറഞ്ഞു ഉടമ്പടി പുതുക്കുവാൻ പോയെങ്കിൽ എൻ്റെ സമയം പോകും, ട്രാവൽ ചെയ്യണം, യാത്ര ചെയ്യണം, അത്രയും സമയം നഷ്ടപ്പെടുത്തുവാനില്ല, അതുകൊണ്ട് വീട്ടിലിരുന്ന് പഠിക്കാമെന്ന്. അങ്ങനെ വീണ്ടും പരീക്ഷ എഴുതി. വീണ്ടും 2 മൊഡ്യൂൾ കിട്ടി, 2 മൊഡ്യൂൾ പോയി. പിന്നീടാണ് 3ാമത്തെ പ്രാവശ്യം OIT എഴുതുന്നതിന് മുമ്പ് തന്നെ ഈ മകൾ ഇവിടെ വന്ന് കൂടുതൽ തീഷ്ണതയോടെ ഈശോയുടെ അടുക്കിലേക്കും ചേർന്ന് നിന്ന് ഉടമ്പടി പുതുക്കി വീണ്ടും പരീക്ഷയ്ക്ക് ശ്രമിച്ചു. അവിടെയാണ് ഈശോയുടെ അമ്മയുടെ വലിയൊരു അനുഗ്രഹം ഈ മകൾക്ക് കിട്ടുന്നത്. ഈ മകൾ ആഗ്രഹിച്ച പ്രകാരം കാർഡിയോ റിലേറ്റഡ് ക്വസ്റ്റ്യനാണ് ഈ മകൾ ആഗ്രഹിച്ചത്. അതിന് പ്രകാരം അങ്ങനെ ഒരു ചോദ്യം ലഭിക്കുകയും എക്സ്പെക്റ്റ് ചെയ്ത അതേ രീതി തന്നെ ഈശോ അമ്മയെ ഇടപെടുകയും ഈ മകളുടെ ജീവിതത്തിൽ പിന്നീട് മകൾ പറഞ്ഞതുപോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നല്ല റിസൾട്ട് നൽകുകയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. സ്വന്തം ശക്തിയിൽ നാം പലപ്പോഴും കൂടുതൽ മുറുകി പിടിക്കുമ്പോൾ വഴുതി വീഴാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് ഇതുപോലെയാണ്. പലപ്പോഴും വി ഹാവ് കോൺഫിഡൻസ് ഇൻ അവർ സെൽസ്. നമുക്ക് നമ്മളിൽ തന്നെ നല്ല കോൺഫിഡൻസ് ആകുമ്പോൾ ദൈവത്തിൻ്റെ അഭയം നേടുവാനും ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തോട് ചേർന്ന് നിന്ന് കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനാ ജീവിതം നയിക്കുവാനും വിശുദ്ധിയിലുള്ള ആ ജീവിതത്തിലേക്ക് പോകുവാനുമുള്ള സമയം കണ്ടെത്താൻ സാധിക്കില്ല. ചിലപ്പോൾ കൂടുതലും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ പഠിത്തത്തിനായിരിക്കാം, പ്രാർത്ഥനയ്ക്കല്ല. അങ്ങനെയാവുമ്പോഴാണ് ആഗ്നസിൻ്റെ ജീവിതത്തിൽ നടന്നതുപോലെ പലപ്പോഴും മുന്നോട്ട് പോകാൻ സാധിക്കാതെ പിന്നോട്ടേക്ക് പോകുന്നത്. പക്ഷെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവം, നമ്മളെ കരുതുന്ന ദൈവം നമ്മുടെ പാത എപ്പോഴും വിശാലമാക്കി തരുന്നുകൊണ്ട് നമ്മുടെ കാല് വഴുതാതെ നമ്മെ കാത്ത് സംരക്ഷിക്കുകയാണ്. കൃപാസനം അമ്മയാണ് നമ്മളെ കരം പിടിച്ച് ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ അമ്മയുടെ കരകളിൽ നമ്മൾ സുരക്ഷിതരാണ്. അതുകൊണ്ടാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മൾ പിന്നോട്ട് പോകുമ്പോഴും
നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരമ്മ നമ്മുടെ കൂടെയുള്ളു. ആ അമ്മയുടെ ഇടപെടലിലൂടെ സാന്നിധ്യത്തിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. പിന്നീട് ഈ മകൾ പറയുന്നത് അയർലൻഡ് സ്കോർ തന്നെ തന്ന് ദൈവം അനുഗ്രഹിച്ചെന്നാണ്. അതുപോലെ തന്നെയാണ് 5 വർഷത്തോളം ഉണ്ടായിരുന്ന മൈഗ്രെയിൻ ഹെഡേക്ക്. പല ഹോസ്പിറ്റലിലും പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. ടെമ്പററി റിലീഫ് മാത്രമായിരുന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ച് സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് 5 വർഷം സാധിക്കാത്ത കാര്യമാണ് ഉടമ്പടിയിൽ സമയചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലിലൂടെ ഈ മകൾക്ക് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം ലഭിച്ചത്. ഇവിടെയും ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യവും അനുഗ്രഹവും കൃപയുമാണ് ഈ മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. പിന്നീട് ആഗ്രഹിച്ച ഹസ്ബൻഡ് ഒരു നല്ല ജോലിയാണ്. ഐലൻഡിലേക്ക് പോയി, പക്ഷേ ജോലിയില്ല. വീണ്ടും വളരെ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വീടിനടുത്ത് തന്നെയാണ് ഈ മകൾ ആഗ്രഹിച്ചത്. അതിന് പ്രകാരം വീടിനടുത്ത് തന്നെ നല്ലൊരു ഹൗസ് കിട്ടുകയും നല്ല ഒരു ജോലി ലഭിച്ച് അവിടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള അനുഗ്രഹവും കൃപയുമാണ് ഈശോയും അമ്മയും ഈ മക്കൾക്ക് നൽകിയത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്യാനുള്ള ഒരു വഴിയാണ് ഈശോയും അമ്മയും തുറന്നു കൊടുക്കുന്നത്. ആത്മീയമായ കാലുകൾ വഴുതാതെ നിൽക്കാൻ കൃപ ലഭിക്കുകയാണ്. ഒരുപക്ഷെ സാമ്പത്തിക പ്രശ്നങ്ങളാവാം, ജോലി പ്രശ്നങ്ങളാവാം, കുടുംബ പ്രശ്നങ്ങളാവാം. ഇവയിലെല്ലാം വഴുതി വീഴാനുള്ള സാധ്യതയുണ്ട്. കാരണം പലപ്പോഴും നമ്മുടെ ശക്തിയിലാണ് നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നാം വഴുതി വീഴുന്നത്. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ ഈശോയുടെയും അമ്മയുടെയും ചേർന്ന് നിന്ന് ആ ശക്തിയിൽ നമ്മൾ പൂർണ്ണമായിട്ട് ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വഴുതി വീഴാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ദൈവകൃപ നമ്മുടെ ചുവടുകളെ നമ്മെ നയിക്കുന്നത്. ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ദൈവത്തിനോടുള്ള വിശ്വാസത്തിൽ കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാൻ ഈശോയും അമ്മയെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.